വീട്ടിലുള്ള 3 ചേരുവ കൊണ്ട് ഒരു റെസിപ്പി തയ്യാറാക്കിയാലോ? 3 ചേരുവ കൊണ്ട് തയ്യാറാക്കുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് 4 രീതിയിൽ കഴിക്കാം. എന്താ നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഇത് തയ്യാറാക്കാനായിട്ട് വീട്ടിലുള്ള 3 ചേരുവകൾ മാത്രം മതി. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് റേഷൻ അരിയാണ്. റേഷൻ അരി ഇല്ലെങ്കിൽ ചോറ് വയ്ക്കാൻ എടുക്കുന്ന അരി എടുത്താലും മതി കേട്ടോ. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കഴുകി ഉണക്കിയെടുത്ത അരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. അരി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വറുത്തെടുത്ത അരി തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല, ചെറിയ തരികളൊക്കെ ആവാം. ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന അരിയുടെ പൊടി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. രണ്ടാമതായി വേണ്ട സാധനം അരമുറി തേങ്ങ ചിരകിയതാണ്. ഇനി ഒരൈറ്റം കൂടി മാത്രം മതി നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ. അടുത്തതായിട്ട് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ പൊടിച്ചെടുത്ത പൊടി മുഴുവൻ സ്നാക്സിനായി എടുക്കുന്നില്ല. അപ്പോൾ അത് കണക്കിനുള്ള തേങ്ങയും ശർക്കരയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങയും ശർക്കരയും ആ മിക്സിയുടെ ജാറിലിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ശർക്കരയും തേങ്ങയും നന്നായി ഒന്ന് പൊടിഞ്ഞു കിട്ടാനാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ച് പൊടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ടത് യോജിച്ച് കിട്ടുകയുള്ളൂ. സ്പെഷ്യൽ റെസിപ്പി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെ 4 തരത്തിൽ കഴിക്കാമെന്ന് കൂടി നോക്കാം. ഇതിനെ ഒന്ന് കയ്യിൽ ഉരുട്ടിയെടുത്ത് റൗണ്ട് ഷേപ്പിലാക്കിയാൽ ചെറിയൊരു ലഡുവിനെ കണക്കിരിക്കും. അപ്പോൾ ലഡുവായിട്ട് കഴിക്കാം. തേങ്ങയും ശർക്കരയും കുറച്ചധികം ഇട്ടാൽ മാത്രമേ ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അടുത്തതായിട്ട് നല്ല കട്ടൻ ചായയുടെ കൂടെ ഈ പൊടി ഇങ്ങനെ കഴിക്കുന്നതും നല്ല ടേസ്റ്റിയാണ്. കുട്ടിക്കാലത്ത് ധാരാളം കഴിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അന്നത്തെ കാലത്ത് എന്നും സ്നാക്സ് ഒന്നും വാങ്ങിക്കാനുള്ള ക്യാഷ് കാണില്ല. അപ്പോൾ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് അമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നത് ഇതാണ്. മൂന്നാമതായി ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു രീതി, ഇങ്ങനെ കൂമ്പാരമാക്കിയിട്ട് അവിടെ നടുക്കൊരു കുഴി ഉണ്ടാക്കും. കുട്ടിക്കാലത്ത് മണ്ണപ്പം ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ? അതുപോലെ ആ കുഴിയിലേക്ക് കുറച്ച് വെറുംചായ കൂടി അങ്ങ് വീഴ്ത്തുക. അപ്പോൾ നല്ലൊരു ഷേപ്പിന് ഒരു മണ്ണപ്പം പോലെ കിട്ടും. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് മണ്ണപ്പം ചുട്ട് കളിച്ചത് ഓർമ്മ വന്നോ? ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ ധാരാളം വെള്ളം കുടിക്കേണ്ടി വരില്ല. ഇതിലെ വെള്ളം നനവും കൂടെ ഉള്ളപ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ചിറക്കാൻ കഴിയും. കുട്ടിക്കാലത്ത് എന്നെപ്പോലെ നിങ്ങളും ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാനിങ്ങനെ സ്നാക്സിൽ മണ്ണപ്പം പോലെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ മോൾക്കും ഒരു ക്യൂരിയോസിറ്റി. അവളും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു പലഹാരം കുട്ടികൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ ഉള്ള പ്രത്യേകത, കുട്ടികൾ ധാരാളം വെള്ളം കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് 4ാമത്തെ രീതിയിൽ എങ്ങനെ കഴിക്കുന്നു എന്ന് നോക്കാം. ഒരു പഴവും കൂട്ടി ഞകടി കഴിച്ചാൽ നല്ല രുചിയാണ്. ചെറുപഴങ്ങളാണ് കേട്ടോ കൂടുതൽ രുചി നൽകുന്നത്. അപ്പോൾ ഒരു സ്നാക്സ് 4 രീതിയിൽ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഇനി ബാലൻസ് വന്ന പൊടി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. അതിനൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ വെള്ളം നനവൊന്നും കാണാൻ പാടില്ല. അങ്ങനെയെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അത് കേടുകൂടാതെ ഇരിക്കും. ഈ ഒരു കുഞ്ഞു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.